തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി സംബന്ധിച്ച പ്രാഥമിക ചർച്ചയ്ക്ക് കേന്ദ്ര നഗരവികസന മന്ത്രാലയം യോഗം വിളിച്ചത് ജനുവരി 30-31 തീയതികളിൽ. എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും നഗരവികസന വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. പക്ഷേ കേരളത്തിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥരാരും പങ്കെടുത്തില്ലെന്നാണ് വിവരാവകാശ രേഖ. അങ്കമാലി, ചാലക്കുടി, നെടുമങ്ങാട്, തിരൂർ മുനിസിപ്പാലിറ്റികളുടെ സെക്രട്ടറിമാർ മാത്രമാണ് दिन रात ईश्वर ने जितना समय दिया, शक्ति दी, मैंने ईमानदारी से उसका पालन किया है कि नहीं किया. मंगोलिया नाले मोदी प्रदर्शित एशियन न्यूज दिल्ली. അഭിലാഷം അതിന് തിങ്കളാഴ്ച കേരളത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ നിർവഹിക്കുന്ന മതിൽ റോഡ് മാർഗം അന്താരാഷ്ട്രീയയിലേക്ക് പോകും. വെള്ളിയാഴ്ച ദിനം തമിഴകത്തേക്ക് മടങ്ങും. ചികിത്സയിൽ കഴിഞ്ഞ അമേരിക്കാനാണ് കേരളത്തിലേക്ക് പോകാൻ മതിലേക്ക് കോടതി അറിയിച്ചത്. 5 ദിവസത്തേക്കാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നിർമ്മാണ കരാർ അദാനി ഗ്രൂപ്പിന് നൽകുന്നതിന് പിന്നിൽ 6000 കോടിയുടെ അനുമതിയുണ്ടെന്ന് സിപിഎം പൊളിറ്റിക്കൽ അംഗം പിണറായി വിജയൻ. പദ്ധതിയുടെ സുതാര്യത ഉറപ്പുവരുത്താൻ റീഫണ്ടും നടത്തുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം പദ്ധതി അദാനി ഗ്രൂപ്പിന് നൽകാൻ മുഖ്യമന്ത്രി ഗൂഢാലോചന നടത്തിയെന്നാണ് പിണറായിയുടെ പ്രധാന ആരോപണം. മാർച്ച് 3-ന് ഡൽഹിയിൽ ഒരു എംപിയുടെ വീട്ടിൽ അദാനിയുമായി ഉമ്മൻചാണ്ടി രഹസ്യ ചർച്ച നടത്തി. അവസാന ടെൻഡറിൽ 5 കമ്പനികൾ വന്നിട്ടും അവരെ ഒഴിവാക്കി അദാനിയുടെ ടെൻഡർ സ്വീകരിക്കാനുള്ള തീരുമാനം തിടുക്കത്തിലെടുത്തത് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. മോദിക്കും ഉമ്മൻചാണ്ടിക്കും അദാനി ഗ്രൂപ്പ് ഒരുപോലെ പ്രിയപ്പെട്ടതാകാനുള്ള സാഹചര്യം പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടേണ്ടതുണ്ടെന്നും പിണറായി പറയുന്നു. കരാർ അദാനി ഗ്രൂപ്പിന് ഉറപ്പായതിനു പിന്നാലെയാണ് ഇടതു നേതാക്കൾ ഒന്നടങ്കം വിമർശനവുമായി രംഗത്തെത്തിയത്. എന്നാൽ വിമർശനങ്ങളെ തള്ളി അദാനിക്ക് കരാർ നൽകാനുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ. അടുത്ത മന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിനെതിരായ കോവിഡ് കേസുമായ ബാലമുകൾ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നു. പരിശോധനയിൽ നിലപാട് അറിയിക്കാൻ കൂടുതൽ സമയം ബാലമുകൾ ആവശ്യപ്പെട്ടതോടെ കോവിഡ് കേസിലെ അന്തിമ റിപ്പോർട്ടും വൈകിയേക്കും. വീണ്ടും സമയം ആവശ്യപ്പെട്ട ബാലമുകളോടെ ഈ മാസം 25-ന് നിലപാട് അറിയിക്കുമെന്ന് കോടതി പറഞ്ഞു. 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കുമെന്ന് വിജിലൻസ് കോടതി അറിയിച്ചു. കൊല്ലത്തെ പത്രപ്രവർത്തകർ ഉണ്ണിത്താനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ ഡിവൈഎസ്പി അബ്ദുൾ റഷീദിനെ സർവീസിൽ തിരിച്ചെടുത്തു. ഡിവൈഎസ്പിയായ സന്തോഷം നായക്കൊപ്പം ഉണ്ണിത്താനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന് സിബിഐ കണ്ടെത്തി. ആലപ്പുഴ സായിയിൽ വിഷക്കാരി കഴിച്ച കുട്ടികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ കുറ്റക്കാരെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. മരണമൊഴിയിലടക്കം പേരുള്ള സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയുണ്ടാകുന്നില്ല എന്നാണ് ആശയം. കുട്ടിയുടെ അമ്മയ്ക്ക് സർക്കാർ ജോലി നൽകണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയിൽ കാണാൻ തീരുമാനമായി. കുട്ടികളുടെ രക്ഷിതാക്കൾ യോഗത്തിൽ പറഞ്ഞു. മിഠായി തെരുവിൽ തീപിടുത്ത പാവത്തിക്കാരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു.